എന്ന് നമ്മൾ ബെഡ് റിഡൺ ആവുന്നോ അന്ന് നമ്മൾ ഹെൽത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കും. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ വാല്യൂ ചെറുപ്രായത്തിൽ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മളെ എല്ലുകൾ തേയ്മാനോ ഈ ബോൺ ഡെൻസിറ്റി കുറയുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്ത് തുടങ്ങുക. ഇതൊക്കെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് ട്രെയിനിങ് ക്രൂഷ്യലാണ്. ഇപ്പോൾ നമുക്കൊരു ഏജ് ഓവറായി എന്ന് വെച്ചിട്ട് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഏജിലും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമ്മളൊക്കെ 3-4 നേരം ഭക്ഷണം കഴിക്കലുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കുന്ന അധികം നമ്മൾ വയറ് നിറയാൻ വേണ്ടിയിട്ട് കഴിക്കുന്നുണ്ടാകുക. ഇനി ആ ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കുക, ന്യൂട്രിയൻസ്, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ഈ സ്ലീപ്പ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. നമ്മുടെ ശരീരം കംപ്ലീറ്റ് റീക്കവർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന ടൈമിലാണ്. ഈ ഉറക്കമില്ലായ്മ കാരണം ലൈഫിലെ ഫോക്കസ് നഷ്ടപ്പെടാം, ഹോർമോണൽ ഇംബാലൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാം. നിങ്ങൾ ലൈഫിൽ എന്തുമാത്രം ബിസി ആണെങ്കിലും ഒരു 4 days വീക്ക്ലി ഒരു 30 മിനിറ്റെങ്കിലും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. അത് മീൻസ് ജിമ്മിൽ പോവാം, ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം, കാർഡിയോ, അതിന് പല ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ ഒരു 7 to 8 hours ക്വാളിറ്റി സ്ലീപ്പ്. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഹെൽത്തിയസ്റ്റ് വേഴ്സിനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം.